This was the worst Brazil team ever. A humiliation for the host nation. Brazil are out of the World Cup. I think it's the worst Brazilian team I've seen. Well, because they haven't got any top-class players. Brazil, the favourites, are gone. അവരുടെ എത്ര കളികൾ നിങ്ങൾ കണ്ടിരിക്കുന്നു, എത്ര തിരിച്ചുവരവുകൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അവരെക്കാൾ ഈ കാൽപന്ത് ലോകത്തെ വിസ്മയിപ്പിച്ചവരെ നിങ്ങൾക്ക് ഒരിക്കലും നിർദ്ദേശിക്കുവാൻ പോലും സാധിക്കില്ല. ഭൂമിയിൽ ഇന്നോളം സൃഷ്ടിക്കപ്പെട്ട സംഘങ്ങളിൽ എക്കാലത്തെയും വിശിഷ്ടരാകാൻ സാധിക്കുന്നവർ അവർ തന്നെയല്ലേ? അതെ, നിരന്തരം മാറിമറിയുന്ന അധികാര സിംഹാസനങ്ങളിലേക്ക് ഹൃദയം കൊണ്ട് പന്ത് തട്ടിക്കയറിയ അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിശ്വസിച്ചിരുന്നു? ഇല്ല. നിരാശയുടെ ആഴങ്ങളിൽ നിന്നും സ്വർഗീയതയുടെ സൗഭാഗ്യങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുന്ന, കളി കാണുന്നവൻ്റെ ഹൃദയധമനികളെപ്പോലും ആനന്ദിപ്പിക്കുന്ന, രക്തസമ്മർദ്ദത്തിൻ്റെ വേലിയേറ്റങ്ങളെ നിയന്ത്രിക്കുന്ന, മനസ്സിനെ ഹരം കൊള്ളിക്കുന്ന, എന്തിന് എതിരാരതയുടെ പോലും ഉള്ളം കവരുന്ന ജോഗോ ബൊണിറ്റോ മന്ത്രമാണവർ. അതെ, ആ പാരമ്പര്യത്തിന് അവസാനമില്ല. കുലം മുടിഞ്ഞുവെന്ന് നിങ്ങൾ ആവർത്തിച്ചാൽ പോലും അവിടം പുതിയ നായകന്മാർ ഉദിച്ചുകൊണ്ടേയിരിക്കും. പോരാട്ടങ്ങൾ കലർന്ന അവരുടെ ബ്ലഡ് ടോണുകൾ ഓരോ തലമുറയിലും കാൽപന്ത് ലോകത്തെ നിയന്ത്രിക്കുവാൻ അവതരിക്കും. അതെ, ദർശിക്കുക, ഇതാണ് ബ്രസീൽ. ഇവിടെ ബ്രസീലിന് നിയമമുണ്ട്. അതിന് കീഴിൽ നിൽക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്. തീർന്നുവെന്ന് നിങ്ങൾ വിധിയുന്ന നിമിഷം മുതൽ ആ നിമിഷത്തെ തുടച്ചു നിൽക്കുവാൻ അവർ കാലാകാലങ്ങളിൽ അവതരിച്ചു കൊണ്ടേയിരിക്കും. അത് പഴയ ഫയലുകളിലെ കണക്കുകളെല്ലാം എണ്ണി എണ്ണി തീർക്കുവാൻ തന്നെയാകും. അതാണ് അവരുടെ പാരമ്പര്യവും. അതാണ് ബ്രസീൽ. കഥ ഞാൻ ഏറെ പറഞ്ഞതാണ്. നൂറ്റാണ്ട് പഴക്കമുള്ള ആ കഥകളിൽ തിരിച്ചുവരവുകൾ നാം ഓരോരുത്തരും നിരവധി തവണ കണ്ടതുമാണ്. അതിനുവേണ്ടി പന്ത് കെട്ടി ഹൃദയം കീഴടക്കിയവർക്ക് മുന്നിൽ ഈ കാൽപന്ത് ലോകം പോലും ഹൃദയം വിറ്റ ചരിത്രം ലോകൂർ സാക്ഷിയാണ്. അവിടെ തുടങ്ങി ഇന്ന് ആധുനിക ലോകത്തിൻ്റെ ധമനികളിലേക്ക് ബ്രസീൽ ഫുട്ബോൾ എത്തി നിൽക്കുന്നു. എന്നാൽ ഈ കാലയളവിൽ ബ്രസീലിൻ്റെ തകർച്ച നാം എല്ലാവരും കാണുകയായിരുന്നു. അവരുടെ വീഴ്ചയിൽ എതിരാളികൾ പരിഹസിക്കുന്നുണ്ടായിരുന്നു. വിമർശകർ അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഓരോ വീഴ്ചയിലും അവർ ഉയർത്തി നിൽക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വീഴ്ചകൾ കണ്ട് പരിഹസിക്കുന്നവർക്ക് അവരുടെ പാരമ്പര്യം തേടി പോകണമെന്നില്ല. ഒരു 10 വർഷം മുമ്പ് ബ്രസീൽ ടീം നടത്തിയ നരിവേട്ടയുടെ കഥ മാത്രം കേട്ടാൽ മതിയാകും. അതിൽ വെന്തുവെണ്ണീരാകാത്ത ഒരു കോട്ടകളുമില്ലായിരുന്നു. ലോകത്ത് ഓരോ രാജ്യങ്ങളും പേരിനും പ്രശസ്തിക്കും വേണ്ടി പന്ത് കെട്ടി തുടങ്ങിയപ്പോൾ ബ്രസീൽ പന്ത് കെട്ടിയത് അടിമത്തത്തിൽ നിന്നുള്ള മോക്ഷത്തിനും സ്വാതന്ത്ര്യത്തിനും വിശപ്പകറ്റുവാനും വേണ്ടിയായിരുന്നു. അതവരെ വെള്ളക്കാരുടെ അധിനിവേശത്തിൽ നിന്നും അവരുടെ അടിത്തറ തകർക്കുവാൻ അവരെ സഹായിച്ചു. അന്ന് തുടങ്ങി ബ്രസീൽ പന്ത് കെട്ടിക്കയറിയ കഥകളെല്ലാം പിന്നീട് ചരിത്രങ്ങൾ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. ഇന്നോളമുള്ള ബ്രസീൽ ഫുട്ബോൾ കഥകളിലെല്ലാം ഉയർച്ച താഴ്ചകൾ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. എന്നാൽ പക്ഷേ ഓരോ ഉയർത്തെഴുന്നേൽപ്പിലും അവർ ലോകം വിജയിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എണ്ണം പറഞ്ഞ 5 ലോകകപ്പുകൾ അവരുടെ ഷെൽഫിൽ അങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഇന്ന് ചരിത്രമാണല്ലേ? പക്ഷേ ഒന്നോർക്കുക, ഇതൊന്നും വെറും കെട്ടുകഥകളായിരുന്നേയില്ല. 2014 ശേഷം ബ്രസീൽ ഫുട്ബോളിൽ കാര്യമായി എന്തോ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. നേരിടേണ്ടി വന്ന പരിഹാസനങ്ങളും പരാജയങ്ങളും കണ്ണീരും അതിനുമെല്ലാം അപ്പുറം കൈമോശം വന്ന ജോഗോ ബൊണിറ്റയും യാഥാർത്ഥ്യമായിരുന്നു. റൊണാൾഡോ, റൊണാൾഡീനോ, റിവാൾഡോ, കക്ക, ഡിനോ എന്നിവർക്ക് ശേഷം മറ്റൊരു യുഗം പിറന്നില്ല എന്നതും യാഥാർത്ഥ്യം തന്നെയായി. എന്നാൽ ഇവയെല്ലാം ചേർന്ന് ഒന്നിൽ അവതരിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞു പോകാം. പക്ഷേ അയാൾക്കൊപ്പം പോരാടുവാൻ മറ്റൊരു ഇതിഹാസത്തെ പോലും കാലം പിന്നീട് സമ്മാനിച്ചിരുന്നില്ല. അയാളുടെ പരിക്കിൻ്റെ ലൂപ്പിൽപ്പെട്ട് ബ്രസീൽ ഫുട്ബോൾ നിരന്തരം തകർന്നടിഞ്ഞു വീഴുന്നത് പിന്നീട് ഈ ഫുട്ബോൾ ലോകം സാക്ഷിയായി. കൂടെ സെൽസാവോ തുടർന്ന പരിശീലകരുടെ വീഴ്ചകളും അവർക്ക് വേണ്ടി മുന്നോട്ട് വഴിവെട്ടാൻ സാധിക്കാതെ പരാജയപ്പെട്ട് പോകുന്നുണ്ട്. നിരന്തരം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരുന്ന ബ്രസീൽ ഫുട്ബോളിനെ പുനർജീവിപ്പിക്കുവാൻ പലരും മാറി മാറി വന്നു. പൂർണ്ണത പ്രാപിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒടുവിൽ ഡൊളിവർ ജൂനിയറും വീണു പോകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ബ്രസീൽ ഫുട്ബോൾ സെൽസാവോ എന്ന മന്ത്രം ഉപേക്ഷിക്കുന്നു. ബ്രസീൽ ബ്ലഡ് തന്നെയാകണം അവരെ നയിക്കേണ്ടതെന്ന നീതി അവർ കീറിമുറിച്ച് പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കേണ്ടി വരുന്നുണ്ട്.
അവിടെ പുതിയൊരു നേതാവിനെ അവർ സ്വീകരിക്കുകയും ചെയ്തു. ലോകം അയാളിലേക്ക് ഉറ്റുനോക്കി. ഒടുവിൽ ബ്രസീൽ ഫുട്ബോളിനെ രക്ഷിക്കുവാനായി അയാൾ അവതരിച്ചു. അത് ഡോൺ കാർലോ എന്ന കാർലോ ആൻസലോട്ടി. ആൻജലോട്ടി യഥാർത്ഥത്തിൽ വെട്ടിപ്പിടിക്കാനിറങ്ങിയത് ബ്രസീലിൻ്റെ ചരിത്രം മാത്രമായിരുന്നില്ല, ലോക ഫുട്ബോളിൻ്റെ ചരിത്രം അങ്ങോളമായിരുന്നു. എന്നാൽ ആൻജലോട്ടിക്ക് തുടക്കം പാടുന്നുണ്ട്. പലരും അയാളെ സംശയിക്കാൻ ആരംഭിച്ചു. യൂറോപ്പിനെ അടക്കി ഭരിച്ചവന് ലോക ഫുട്ബോളിൻ്റെ തലവര മാറ്റാൻ സാധിക്കില്ല എന്ന് പലരും ചിന്തിച്ചു കൂട്ടി. പക്ഷേ അതെല്ലാം വെറും ചിന്തകളാണെന്ന് അയാൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരിച്ചുവരവ് എന്താണെന്ന് അയാൾ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. വെറും 5 കളികൾ കൊണ്ട് അയാൾ ബ്രസീൽ ടീമിനെ പഠിക്കുകയും അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ വേഗതയിലും ശൈലിയിലും അയാളുടെ ചേരുവകൾ ഓരോന്നായി ചേർക്കുന്നുണ്ട്. പിന്നെ ബ്രസീലിൻ്റെ ഈ യുവതലമുറയിലെ പിള്ളേരും. പിന്നെ എങ്ങനെയാണ് ത്രിലോകം വിറയ്ക്കാതിരിക്കുക? ബൊളീവിയക്കെതിരെയുള്ള തോൽവിയിലും ബ്രസീൽ ഫുട്ബോൾ പുനർജനിക്കുന്നത് പറയാതെ പറയുന്നുണ്ടായിരുന്നു. ബൊളീവിയയുടെ ചതിയിൽപ്പെട്ട് ബ്രസീൽ തോൽക്കുമ്പോഴും ആൻജലോട്ടിയുടെ മുഖഭാവങ്ങൾ വലിയ സൂചന നൽകിയിരുന്നു. അത് സൗത്ത് കൊറിയയ്ക്കെതിരെ എക്സ്പോസ് ചെയ്യുന്നുമുണ്ട്. വെട്ടിയാൽ മുറുകൂടുന്ന ജാതി എന്ന ഒരു പഴമൊഴിയുണ്ട്. അത് പ്രാവർത്തികമാക്കുകയാണെന്നവർ. വീഴുന്ന ഓരോ തുള്ളിച്ചോരയിൽ നിന്നും പുതിയ ജന്മങ്ങൾ പിറവിയെടുക്കുന്നതാണ് അവരുടെ പാരമ്പര്യം. ഈ തലമുറയിലും പുതിയ സാമ്രാജ്യമൊരുക്കാൻ ശേഷിയുള്ള തരക്കാരുണ്ട്. ചിതറിക്കിടന്ന ബ്രസീൽ ശൈലിയെ ഒരൊറ്റ ചരടിൽ കോർത്ത് ഒറ്റ മനസ്സുകൊണ്ട് പന്ത് തട്ടാൻ അയാൾ ശീലിപ്പിക്കുമ്പോൾ പഴയ ത്രിലോകം വിറപ്പിച്ച കാനഡകളുടെ 2ാം വരവാണെന്ന് ലോകവും സാക്ഷിയാകുകയാണ്. ഇതിനിടയിൽ പുതിയ ത്രയം പോലും അയാൾ രൂപം കൊടുക്കുന്നുണ്ട്. റോഡ്രിഗോ, വിനീഷ്യസ്, എസ്റ്റമാവോ. അവരെ നിയന്ത്രിക്കുന്ന പഴയ കാസിം ഗുൽമിറാസും ഡിഫൻസിൽ എഡർമിലേറ്റവും ഗബ്രിയേലും പഴയ പലതിനെയും ഓർമ്മിപ്പിച്ച് വൻമതിലായി കടന്നു പോകുന്നു. യഥാർത്ഥത്തിൽ കഥ ഇവിടെയല്ല തുടങ്ങുന്നത്. അയാൾ തുടങ്ങിയതിൻ്റെ പ്രതികരണങ്ങളാണ് ഇത് നിങ്ങൾ കാണുന്നത്. ഈ പുതിയ ബ്രസീൽ, ആൻജലോട്ടിയുടെ ബ്രസീൽ. വിമർശകരും വിരോധികളും നാവാട്ടം കുറയ്ക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ തലവരയും ബ്രസീലിൻ്റെ തലവരയും ഒരുമിച്ച് മാറാൻ പോകുകയാണ്. ഒരാൾ മാത്രം ഭാരം ചുമക്കേണ്ടി വന്നപ്പോൾ, മധ്യനിരയുടെ ചരട് നിയന്ത്രിക്കേണ്ടി വന്നപ്പോൾ കഴിഞ്ഞ കാലം അത്രയും ബ്രസീലിന് വലിയ ശുഭകരമായിരുന്നില്ല. അയാൾക്കേറ്റ പരിക്കിൽ ബ്രസീൽ ഫുട്ബോളിൻ്റെ അടിത്തറയ്ക്ക് തന്നെ ഇളക്കം സംഭവിച്ചിരുന്നു. ഒരുപക്ഷെ 2014 അയാളെ ആ നിയോഗം ബാധിച്ചില്ലായിരുന്നുവെങ്കിൽ ബ്രസീൽ ഫുട്ബോളും ആ മനുഷ്യനും ഇന്ന് ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ തലപ്പത്ത് വിരാജിക്കുമായിരുന്നു. ചരിത്രം തന്നെ അയാൾക്ക് കീഴിൽ ആയിപ്പോകുമായിരുന്നു. ഒരു മെസ്സിയും ഒരു റൊണാൾഡോയും മാത്രം സിംഹാസനം നിയന്ത്രിക്കില്ലായിരുന്നു. തകർന്ന കാലുകൾ കെട്ടിവെച്ചും അയാൾ അവർക്കൊപ്പം എത്തിയെങ്കിൽ നിങ്ങൾക്കതിൽ സംശയിക്കാനുമില്ല. ഇനി പുതിയ കഥയാണ്. ഈ കഥയിൽ അയാൾക്ക് സ്ഥാനമുണ്ടോ എന്നറിയില്ല. എങ്കിലും വേദനാശമനികൾ നിറച്ച് 2026 വേൾഡ് കപ്പിൽ ആൻജലോട്ടിയുടെ സ്ക്വാഡിലേക്ക് അയാൾ അവസാന അംഗത്തിനായി വരുമെന്ന് വിശ്വസിക്കുന്നു. ആ വിപ്ലവം കാണുവാൻ തന്നെയാണ് ലോകം കാത്തിരിക്കുന്നത്. തിരിച്ചു വരാനുള്ള തീ ആൻജലോട്ടിയും സംഘവും കത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനെ ആളിക്കത്തിക്കാൻ ഇനി രാജാവിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ്. അതെ, ബ്രസീൽ തിരിച്ചു വരും. Brazil, great and beautiful. Eventually, they were made to wait. The first hour or so was flat, a little stale. But it was that man who freshened them up. Richarlison bundling in his first.